കുഞ്ഞേപ്പിളിയാ, നമസ്കാരം. നമസ്കാരം. ഞാൻ വന്നു. കുഞ്ഞേപ്പിളിയൻ ഊണ് കഴിഞ്ഞ് കിടന്നുറങ്ങുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഇതുപോലെ ജാഗരൂകനായി ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വാച്ചറായി കണ്ണ് അടയ്ക്കാതെ ഇങ്ങനെ നിന്ന് കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇങ്ങനെ വേണം, ഒരു ദൗത്യം ഏൽപ്പിച്ചതായിരിക്കണം. ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട്. ആ, പിന്നെ എന്നെ അന്വേഷിച്ച് വല്ലവരും വന്നായിരുന്നോ? ഒരാൾ വന്നായിരുന്നു. അയാളോട് എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു പുറത്ത് പോയേക്കുവാണ്, എപ്പോഴാ വരുന്ന എന്നാന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. നാളെ വരാൻ പറയാൻ മേലായിരുന്നോ? വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു നാളെ വരാമെന്ന്. അയാളെ പറ്റി അയാളുടെ പേരോ വല്ലതും പറഞ്ഞോ? എന്നോട് ഒന്നും പറഞ്ഞില്ല. നാളെ വരാമെന്ന് പറഞ്ഞോ അയാൾ? വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ഇനി കുഞ്ഞേപ്പിളിയൻ ധൈര്യമായിട്ട് യൂണിഫോം മാറി കിടന്നുറങ്ങിക്കോളുക. ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ വന്നു, ഞാൻ ഇനി വീടും പറമ്പും ഞാൻ നോക്കിക്കോളാം. ഇനി പോയി റിലാക്സ് ചെയ്തു. ഏതായാലും എൻ്റെ സന്തോഷത്തിന് ഒരു പാട്ട് പാടാവോ? കണ്ണുനീർ താഴ്വരെ ഒന്ന് പാടാവോ? പാടിയതല്ലേ? അത് സാരമില്ല, അത് രാവിലെയല്ലേ പാടിയത്. ഒന്നുകൂടെ പാടിക്ക്. ഞാൻ പോകുന്നതിന് മുന്നമല്ലേ പാടിയത്. ഒരിക്കലേശുനാഥൻ ജലീലക്കടത്തിരയിൽ തോണി തുഴഞ്ഞു വല വീശി പോണോരെ കണ്ടു. അവരോടന്നു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അല്ല കടലിൽ അലയും മുക്കുവനെ സ്വരുമയോടെ വരുവൻ വലയെറിയാൻ. വലകൾ മാറി മാറി ശിഷ്യഗണം വീശി നോക്കി, ഒരു ചെറുമീനും അവർ കിട്ടിയതല്ല. അവരോടന്നു ചൊല്ലി യേശുനാഥൻ വലകൾ മാറി എറിയാൻ ഈശോ പറഞ്ഞു. ആണോ? എന്നാ ഇനി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ചോദിച്ച പാട്ട് ഒരു 2 ലൈൻ പാടിക്കേ. കണ്ണുനീർ താഴ്വരയിൽ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ